നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മളെ പോലുള്ള പെൺകുട്ടികൾ അടുക്കളയുടെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോവും. ഗോകുലമായുള്ള കല്യാണം മാറിപ്പോയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഉറപ്പായും നീ പണക്കാരന്റെ വീട്ടിലെ പാവയായി മാറിയനെ. ഡിഗ്രി കഴിയുമ്പോ വീണ്ടും ചിലപ്പോ അച്ഛൻ കല്യാണക്കാരൻ പറഞ്ഞിരിക്കും. ഇല്ല ചേച്ചി, ഇനി അങ്ങനെ ഒരു തീരുമാനത്തിന് ഞാൻ വഴങ്ങില്ല. എനിക്കാദ്യം പഠിച്ചൊരു ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കണം. ആരുടെ അടിമയായി നിൽക്കാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. അതിനുവേണ്ടി ഞാനും ചേച്ചിയെ പോലെ ഫൈറ്റ് ചെയ്യാൻ പോവാ. മഞ്ചാടി, ആ വരുന്ന ചേച്ചി, ഞാനും കൂടി ചെല്ലട്ടെ. വാ കഴിക്കാം. ആ ദാ വരുന്നു. ഇത്രയും ദിവസം തിരഞ്ഞിട്ടും നമ്മുടെ മകൾക്കൊരു നല്ല പയ്യനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ സച്ചിയേട്ടാ. ഇതൊന്നും അത്ര എളുപ്പമല്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സച്ചിയേട്ടാ. ജോത്സ്യം പറഞ്ഞ കാലദോഷം തുടങ്ങാൻ ഇനി 1 മാസം തികച്ചില്ല. എന്നുവെച്ച് ഏതെങ്കിലും ഒരുത്തിന് നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? കുടുംബത്തിൽ പറഞ്ഞ പയ്യനെ കിട്ടുമ്പോ ജാതകം ചേരില്ല. ജാതകം ചേരുമ്പോ അവന് നല്ലൊരു ജോലിയില്ല. അതെല്ലാം ഒത്തുവരുമ്പോ ചെറുക്കനെ ഇഷ്ടപ്പെടില്ല. എന്റെ ഇഷ്ടേനെ നോക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അച്ഛാ. നിങ്ങൾ ആരെ തീരുമാനിച്ചാലും ഞാൻ കഴുത്ത് നീട്ടി കൊടുത്തോളാം. ഇടി, അത് അങ്ങനല്ലടി. നിന്റെ ജാതകദോഷം മുമ്പിലുള്ളതുകൊണ്ടാ പ്രശ്നം. അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടാനാണോ പാട്? നമുക്കതിനുള്ള ടൈമില്ല. എല്ലാം നോക്കിയാൽ നടക്കില്ല ഏട്ടാ. ജോത്സ്യര് പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ കല്യാണം 1 വർഷം കൂടി കഴിഞ്ഞ് മതിയെന്ന് തീരുമാനിക്കണം. അങ്ങനെയാവുമ്പോ കല്യാണം മുടങ്ങിയ കാര്യമൊന്നും ആരും ചോദിക്കില്ല. ഇപ്പൊ വരുന്നവർക്കൊക്കെ ആദ്യം അറിയേണ്ടത് അതാണല്ലോ. ശരിയാ, ചിലരൊക്കെ ചിലത് ഊഹിച്ച് പറയുന്നുണ്ട്. ആ സത്യനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് എല്ലാത്തിനും കാരണം. ഇനി ആരെങ്കിലും വന്ന് കല്യാണം നടന്നാൽ തന്നെ സത്യന്റെ പേരിൽ വീണ്ടും അപവാദം വരുമെന്നാ എന്റെ പേടി. അവന്റെ തള്ള തന്നെ പറഞ്ഞു നടന്നാ മതിയല്ലോ. എങ്കിലാ സ്ത്രീയുടെ കഥ ഞാൻ കഴിക്കും. ഇതുവരെ ആ സത്തിനെ കൂടി ഓർത്ത ഞാൻ പോട്ടേന്ന് വെച്ചേ. അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. സത്യേട്ടൻ കാരനാണല്ലോ ഇപ്പൊ എന്റെ കല്യാണം മുടങ്ങിയത്. ഞാൻ വേറൊരാളെ കല്യാണം കഴിച്ചാലും അമ്മ പറഞ്ഞ പോലെ സുശീലാന്റെ അപവാദം പറഞ്ഞു നടക്കാൻ ഇടയുണ്ട്. അപ്പൊ പിന്നെ ഞാൻ സത്യേട്ടനെ തന്നെ അങ്ങ് കല്യാണം കഴിച്ചാലോ? ഇവളെന്തായി പറയുന്നത്? സത്യേട്ടൻ ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും അല്ലെന്നേ ഉള്ളൂ. നമ്മുടെ അത്രയും കാശുമില്ല. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആള് ഡീസന്റ്. അതുകൊണ്ട് മാത്രം ആയോടി അവൻ നേരത്തെ ഒരു കല്യാണം കഴിച്ചത്. പിന്നെ അവന്റെ ആ തള്ള, ആ സ്ത്രീയുടെ വീട്ടിലാണോ നീ പോയി താമസിക്കേണ്ടത്? സത്യേട്ടൻ കല്യാണം കഴിച്ച പെണ്ണ് സത്യേട്ടൻ്റെതല്ലാത്ത കാരണത്താ ഒളിച്ചോടി പോയതല്ലേ. പിന്നെ സുശീൽ ആന്റി, അവരെ ഒന്ന് കൈ കിട്ടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാനെങ്ങാനും അവരുടെ മരുമോളായിട്ട് അവിടെ എത്തിയ എന്നോട് ചെയ്തതിന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങൾക്കും ഞാൻ പരിഹാരം ചെയ്യിച്ചിരിക്കും. നീ പറയുന്നത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ നീ വിചാരിക്കുന്നതിലും അപ്പുറത്താ സ്ത്രീ. നിന്നെയും അവര് വരച്ച വരെ നിർത്തും, അല്ലേ അച്ഛാ? ഞാൻ ആലോചിക്കുന്നത് സുശീലയെ കുറിച്ചല്ല, ആ സത്തിനെ കുറിച്ചാ. ഇന്ദുവിനെ നമ്മള് അങ്ങോട്ട് അയച്ചാലല്ലേ കുഴപ്പമുള്ളൂ. സത്തിനെ നമ്മള് ഇവിടെ ഇന്ദുവിന്റെ ഭർത്താവായിട്ട് ഇങ്ങോട്ടെടുത്താലോ?
അമ്മ ഇങ്ങനെ ഹർഷയുടെ വീട്ടിൽ താമസിപ്പിക്കാൻ വിടുന്നത് ശരിയല്ലല്ലോ ഏട്ടാ. ഏട്ടൻ രാത്രി ഡ്രസ്സ് കൊടുത്ത് തിരിച്ചു വന്നപ്പോ പറഞ്ഞത് അതിരാവിലെ അമ്മ ഇങ്ങ് വരുമെന്നാ. അല്ല, അതിരാവിലെ വരുമെങ്കിൽ പിന്നെന്തിനാ ഇന്ദിരേട്ടൻ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തത്? എന്റെ സോനെ, ഹർഷയുടെ ഡെലിവറി കഴിയും വരെ ആന്റി മുഴുവൻ സമയം അവിടെ ആയിരിക്കുന്നുള്ളതിന്റെ ഒരു സൂചനയായി ഇന്നലെ തന്നത്. പിന്നെ ഇന്ദിരേട്ടന്റെ മൗനസമ്മതം ഉണ്ടോന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. ഇന്നും അമ്മ തിരിച്ചു വന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും. ഹർഷയുടെ മുഴുവൻ പരിചരണം ഏറ്റെടുക്കുന്നതിലൂടെ ജോത്സ്യരുടെ പ്രവചനം സത്യമാണെന്ന് സ്ഥാപിക്കുകയാണ് അമ്മയുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ഇന്ദിരേട്ടൻ അതിന് കൂട്ടുവെക്കോ സത്യേട്ടാ? ഇതൊക്കെ അനുവേട്ടത്തിന്റെ കാതിലെത്തിയ ഇന്ദിരേട്ടന്റെ കുടുംബമല്ലേ തകരുന്നേ? അത് ചിലപ്പോ ഇന്ദിരേട്ടനെ ഹർഷ ബ്ലാക്ക്മെയിൽ ചെയ്തതും ആവാം. പണ്ടും അവളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇന്ദിരേട്ടൻ അവൾക്ക് വഴങ്ങുന്നത് അനുവേട്ടത്തി ഒരിക്കലും ഇതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയാവും. പക്ഷേ ഹർഷയും ആന്റി ഇങ്ങനെ ചെയ്യുന്നത് അനുചേച്ചിയിൽ നിന്നും ഇന്ദിരേട്ടനെ അകറ്റാൻ വേണ്ടിയല്ലേ സത്യ? അതങ്ങനെയാവും. എത്ര പറഞ്ഞിട്ടും ഇന്ദിരേട്ടൻ അത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശ്യാമേ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആന്റി ഹർഷയുടെ വീട്ടിൽ താമസം തുടങ്ങിയ ആളുകൾ പലതും പറഞ്ഞു തുടങ്ങും. ശരിയാ, അങ്ങനെയും ഇതൊക്കെ ഏട്ടത്തിയുടെ കാതിലെത്താം. അതിനു മുമ്പ് അമ്മയും ഹർഷയും തമ്മിലുള്ള ഈ ഇടപാട് അവസാനിപ്പിക്കാൻ ഒരു വഴിയില്ലേ സത്യേട്ട നമുക്ക്? വഴിയൊക്കെയുണ്ട്. ഇതൊന്നും അറിയാതെ ഉണ്ടുറങ്ങി കഴിയുന്ന ഒരു മന്ദബുദ്ധി അവിടെ ഉണ്ടല്ലോ, ഹർഷയുടെ ഭർത്താവ് രവി. അവനെ ഒന്ന് തട്ടി ഉണർത്തണം. ഉറങ്ങുന്നവനെ ആണെങ്കിൽ ഉണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവനാണെങ്കിലോ? രവിയുടെ കാര്യത്തിൽ എനിക്ക് ചിലപ്പോൾ അങ്ങനെയും തോന്നാറുണ്ട്. അല്ലെങ്കിൽ അവനെ പോലൊരു ചെറുപ്പക്കാരന് ഇതൊന്നും മനസ്സിലാവാതിരിക്കൂ. ചിലർ അങ്ങനെ ആയിരിക്കാം ശ്യാമേ, എല്ലാവരെയും കണ്ണുടച്ച് വിശ്വസിക്കും. അല്ല, നമ്മുടെ ഏട്ടനും ഇപ്പൊ അങ്ങനെ ചെറിയൊരു കുഴപ്പമില്ലേ? ഇല്ലെങ്കിൽ ഹർഷയുടെ അമ്മയുടെയും ചതി ഇന്ദിരേട്ടൻ മനസ്സിലാക്കേണ്ടതല്ലേ? ഏതായാലും നമ്മൾ ഇതിൽ കാര്യമായിട്ട് ഇടപെടേണ്ട സമയം കഴിഞ്ഞു. അതെ ശ്യാം, വാ, നമുക്കാദ്യം ഓഫീസ് തുറക്കാം. ശരി, പോയിട്ട് വരാം. പോട്ടെ. ഇന്നലെ തിരുവോണ ദിവസമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കാത്തിരുന്നിട്ടും ചീരൂനെയും കുഞ്ഞുങ്ങളെ എനിക്ക് കാണാൻ പോലും പറ്റിയില്ല. അവനുണ്ടല്ലോ, ആ രഘു, അവനൊരു മനുഷ്യത്വമില്ലാത്തവനാ. അവൻ എന്നെ കണ്ടപ്പോ ബാക്കിയുള്ളവരെ മൊത്തം വീട്ടിനകത്തോട്ട് കയറ്റി കഥ അടച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ മക്കൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോയ ഉടുപ്പ് പോലും അവൻ വെളിയിലേക്ക് വലിച്ചെറിഞ്ഞു. തെണ്ടി. ഇതുകൊണ്ടൊന്നും വിനയനെ ഇല്ലാതാക്കി കളയാമെന്ന് ആരും വിചാരിക്കണ്ട. ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ. എന്റെ വിനയ, നീ വെറുതെ ഇതിന്റെ പേരിൽ പുറകെ ഓടിയിട്ടൊരു കാര്യമില്ല. വക്കീലിന് കൊടുക്കുന്ന കാശ് പോയി കിട്ടുമെന്നല്ലാതെ കേസിൽ നീ ജയിക്കാനൊന്നും പോകുന്നില്ല. വാദം നടക്കുന്നതിന് മുമ്പ് വിധി പറയാൻ നിങ്ങൾ ആരാ? മജിസ്ട്രേറ്റോ? എന്റെ കുഞ്ഞ് ചീരുവിന്റെ വയറ്റിൽ വളർന്നിടത്തോളം കാലം കോടതി എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വെറുതെ നെഗറ്റീവ് അടിച്ച അമ്മാവനെ പ്രതീക്ഷ കെടുത്തി കളയരുത്. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഒരു അഭിപ്രായം പോലും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാൻ എന്റെ വഴിക്ക് പോയേക്കാം. അയ്യോ ഏട്ടാ, ഏട്ടൻ അവിടെ ഇരുന്നേ. ഇവന് വേണ്ടിയല്ലല്ലോ ഏട്ടൻ ഇവിടെ നിൽക്കുന്നേ, എനിക്കൊരു തുണയായിട്ടല്ലേ. വിനയ, നിന്നെ ഉപദേശിക്കുന്നത് ശാസിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നിന്റെ ഒരു കാര്യങ്ങളും
നീ ഞങ്ങളോട് പറയണ്ട. നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. എന്റെ അമ്മാവൻ അഭിപ്രായം പറയാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനൊരു കാര്യം തീരുമാനിച്ചാ അതിന് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കേണ്ടവരല്ലേ നിങ്ങൾ രണ്ടുപേരും. അല്ലാതെ കേട്ട ഉടനെ അത് ശരിയല്ല ഇത് ശരിയല്ല, ഞാൻ എല്ലായിടത്തും തോറ്റു പോകുന്നൊക്കെ പറഞ്ഞാ എനിക്ക് ദേഷ്യം വരില്ലേ? എന്റെ പൊന്നു മാമനോട് ഒരു സത്യം പറയാലോ. എനിക്ക് ചീരുവിനെ മക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഈ വിനയനുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യും, മരണം വരെ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. അതിന് അമ്മയും മാമനും എന്റെ കൂടെ നിന്നേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിനയനെ നഷ്ടപ്പെടും. മോനെ